Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ MIUI 12നെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ചൈനയിലൊക്കെ കുറച്ച് ദിവസം മുമ്പ് ചൈനയിലൊക്കെ ലോഞ്ച് ചെയ്തിരുന്നു. അവിടെ റോൾ ഔട്ടിംഗ് തുടങ്ങി, ഗ്ലോബൽ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഇതിന്റെ റോൾ ഔട്ട് തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ ഫോണുകളിലേക്ക് അത് കിട്ടി തുടങ്ങി. Redmi K20യിലാണ് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ ഫോൺ നമ്മുടെ സുഹൃത്ത് മലപ്പുറത്തുള്ള നമ്മുടെ സുമേഷിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് അതിന് കിട്ടി. അദ്ദേഹം ഉടനെ തന്നെ നമ്മളെ ഇവർ അറിയിച്ചു അപ്ഡേറ്റ് വന്നു തുടങ്ങിയെന്ന്. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. 873 MB ആണ് ഈ ഒരു ഫോണിലേക്ക് Redmi K20യിലേക്ക് വന്നിരിക്കുന്ന MIUI 12 വെർഷന്റെ അപ്ഡേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഈ ഒരു റേറ്റിൽ 800 MB സൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഹൈലൈറ്റ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ആവർത്തിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. പകരം എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിന്റെ സൈസ്, അത് 870 MB നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫോണുകളിലേക്കാണ് ഇത് വരാൻ പോകുന്നത്, അതിന്റെ ടൈം എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ ഈ സൈസ് കണ്ടു 870 MB. ഇനി ഇതിന്റെ ഹൈലൈറ്റ്സ് അവർ കൊടുത്തിരിക്കുന്നത് ആ സെറ്റിംഗ്സിനകത്ത്, ആ അപ്ഡേറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് സിസ്റ്റം ആനിമേഷനിലും കാര്യങ്ങളിലും കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ UI തന്നെ മാറിയിട്ടുണ്ട്. സിസ്റ്റം വിഷ്വൽസും കാണാനുള്ള കാര്യങ്ങളിലും കാര്യമായ വ്യത്യാസങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമാണ്. പ്രൈവസി പ്രൊട്ടക്ഷനിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ, മൾട്ടി ടാസ്കിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതായിട്ടും പറയുന്നു. ക്യാമറയിൽ പ്രോ മോഡിനകത്തൊക്കെ കുറെ കൂടി വിഷ്വലി തന്നെ കാര്യങ്ങൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. UI തന്നെ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. പുതുമയുള്ള സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വെതറിന്റെ കാര്യങ്ങളിലും വിഷ്വലി ചേഞ്ചസ് വന്നിരിക്കുന്നു. സെറ്റിംഗ്സിനകത്തും ഒരുപാട് ഗസ്റ്ററും കാര്യങ്ങളൊക്കെ കുറെ കൂടി കസ്റ്റമൈസ് ചെയ്ത് കുറെ കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റിയിരിക്കുന്നു. കാലണ്ടറും നോട്ടും സെക്യൂരിറ്റിയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും കാര്യമായ ചേഞ്ചുകൾ വരുത്തിയിരിക്കുന്നു. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചേഴ്സ്, അത് Redmi K20 Pro പോലെ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലായിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സിലും കാര്യമായ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കൺട്രോൾ സെന്ററിലും കാര്യമായ വിഷ്വൽ ചേഞ്ചസ് തന്നെ വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ അതിന്റെ ഒരു iOS-ന്റെ ഒക്കെ ലുക്കിലേക്ക് അതിന്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പിന്നെ സ്ക്രീൻ കാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളിൽ കുറെ കൂടി ഇംപ്രൂവ്ഡ് ആയ മൾട്ടി ടാസ്കിംഗ് ഫീച്ചേഴ്സ് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇത് ഏതൊക്കെ ഡിവൈസുകളിലാണ് വരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ഫേസ് ജൂണിൽ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് MI9, അതേപോലെ MI9T, MI9T Pro. ഈ MI90 ഗ്ലോബലി നിൽക്കുന്ന സംഭവം തന്നെയാണ് നമുക്ക് ഇന്ത്യക്കകത്ത് വരുമ്പോൾ Redmi K20 Pro എന്നീ പേരുകളിൽ നിൽക്കുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യക്കകത്ത് ഇത് കിട്ടാൻ പോകുന്നത് Redmi K20യിലും K20 Proയിലുമാണ്. അതിൽ K20യിൽ കിട്ടിയതിൻ്റെ വിഷ്വൽസ് ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ഇനി ഇതൊരു ഫസ്റ്റ് ഫേസിലാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ഒട്ടനവധി ഫോണുകളുടെ ലിസ്റ്റാണ്. ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ഫോണുകളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഫോണുകൾ എന്ന് പറയുന്നത് Redmi Note 7 Pro, Redmi Note 8 Pro, Poco F1, Poco F2 Pro, Poco X2, MI10 Pro, MI10 Lite. ഇത്രയും പ്രധാനപ്പെട്ട ഫോണുകളിലൊക്കെ തന്നെയും അപ്ഡേറ്റ് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയ Redmi Note 9 Proയിലും Pro Maxലും വരുന്നുണ്ട്. Redmi 8A, MI Note 10 Lite, അതേപോലെ Redmi Note 8, Redmi Note 9S, അതുപോലുള്ള പുതിയ ഫോണുകളിലൊക്കെ ഈ അപ്ഡേറ്റ് വരുന്നുണ്ട്. MIUI 12ന്റെ അടുത്ത വരവെന്ന് പറയുന്നത് Redmi Note 6 Proയിലും Note 5ലും Note 5 Proയിലും വരെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് വരും. Redmi Y2, Redmi S2, Redmi 6A, Redmi 6, Redmi 8, Redmi 8A, Redmi 7A. എന്ന് വെച്ചാൽ Redmi Note 5ഉം Redmi 6ഉം ഒക്കെ ഈ ഒരു അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റിന്റെ റോൾ ഔട്ട് രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയധികം ഫോണുകളിലേക്ക് അവർ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരും. ഇത്രയും പഴയ ഫോണുകൾക്ക് വരെ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റുകളൊക്കെ ഈ ഒരു ടൈം സ്റ്റാമ്പിൽ അടുത്ത ഒരു ലെവലിലാണ് വരിക. കൃത്യമായൊരു ഡേറ്റ് അവർ പറയുന്നില്ല. ജൂണിൽ നമ്മൾ ആദ്യം പറഞ്ഞ 3 ഡിവൈസുകളിലേക്കായിരിക്കും. അത് കഴിഞ്ഞ അടുത്ത ഫേസിലാണ് ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലേക്കും വരിക. അപ്പോൾ ഈ എല്ലാ ഡിവൈസുകളിലേക്കും ഒറ്റയടിക്ക് വരാനുള്ള സാധ്യതയില്ല. അത് തന്നെ പല സെക്ഷനിലായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ജൂലൈ മാസത്തിൽ വന്നില്ല എന്ന് കരുതി ആരും അപ്സെറ്റ് ആവേണ്ട ആവശ്യമില്ല. വരും ദിവസങ്ങളിൽ പതിയെ അപ്ഡേറ്റുകൾ പല സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് വന്ന് എല്ലാ ഫോണുകൾക്കും ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ ഫോണുകളിലേക്കും എത്തും. ലിസ്റ്റ് കഴിഞ്ഞില്ല, ഇനിയും Mi Mix സീരീസ് ഒക്കെ ഒരുപാട് സീരീസ് ഫോണുകളുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് അവരുടെ സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിനകത്ത് ഒരുപാട് ഫോണുകൾ ഞാൻ പറഞ്ഞത് കൂടാതെയും ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കയറി ഒന്ന് വിശദമായിട്ട് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം. അതിൽ MIUI 12ന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആ പേജിൽ കാണാം. അപ്പം തന്നെ ഏറ്റവും താഴെയായിട്ടായിരിക്കും ഈ ഡിവൈസുകളുടെ ലിസ്റ്റ് കാണുക. അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിനകത്ത് ഉണ്ടോയെന്ന്, ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്ത ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഈ ലിസ്റ്റിൽ കയറിയിട്ട് ഈ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർ അവരുടെ സ്റ്റോറിലൊക്കെ കയറി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരും. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കപ്പ് എടുത്ത് നിങ്ങളുടെ ഫയൽസൊക്കെ സൂക്ഷിച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. അതല്ല ഈ ഒരു അപ്ഡേറ്റ് ഡയറക്റ്റായിട്ട് വരുന്ന 870 അല്ലെങ്കിൽ 800 റേഞ്ചിൽ നിൽക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണെങ്കിൽ ഫയൽസ് ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. നോർമലി സാധ്യതയില്ല. എങ്കിലും ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. നോർമലി ഇഷ്യൂസ് ഇല്ല. ഞാൻ ഇതിനു മുമ്പ് പല അപ്ഡേറ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. ഫയൽസ് ഒന്നും നഷ്ടപ്പെടാറില്ല. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഈ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് MIUI 12 അപ്ഡേറ്റിൻ്റെ ഇന്ത്യൻ റോൾ ഔട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഡിവൈസുകളിലേക്ക് പുതിയതായിട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാനത് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.